എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. മെഗാസ്റ്റാർ മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രം. ആദ്യമായി മമ്മൂക്കയും ഗൗതം വാസുദേവ് മേനോനും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയാണല്ലോ ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 6ാമത്തെ ചിത്രം കൂടിയാണിത്. വ്യത്യസ്തമായ രീതിയിലാണ് ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു CI ഡൊമിനിക് ഡയർക്കുറിപ്പിന്റെ 2ാം പേജ് തുറന്നിരിക്കുകയാണ്. നടനും നിർമ്മാതാവുമായ വിജയബാബുവിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് ഇന്നത്തെ പേജിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നടൻ വിജയബാബു ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു എന്ന രീതിയിലാണ് ക്യാരക്ടർ റിവീൽ ചെയ്തിരിക്കുന്നത്. സമ്പന്നനായ ഒരു ബിസിനസ്മാന്റെ റോളിലാണ് ടോണി എന്ന കഥാപാത്രമായി വിജയബാബു ചിത്രത്തിലെത്തുന്നത്. ഇന്നലെ ചിത്രത്തിലെ ആദ്യ ലേഡി കഥാപാത്രത്തിന്റെ പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു. ഹൗസ് ഓണർ മാധുരി എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് ഇന്നലെ പുറത്തു വന്നത്. കൃത്യമായി പറഞ്ഞാൽ ഡൊമിനിക് ഇനി തിയേറ്ററുകളിൽ എത്താൻ വേണ്ടി വെറും 7 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ വരുന്ന ജനുവരി 23-ാം തീയതി ചിത്രം തിയേറ്ററുകളിലെത്തും. റിലീസിന് 8 ദിവസങ്ങൾ ഉള്ളപ്പോൾ തന്നെ ചിത്രത്തിന്റെ UK തിയേറ്റർ ലിസ്റ്റൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ്. അതോടൊപ്പം ചിത്രത്തിന്റെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് DQവിന്റെ നിർമ്മാണ കമ്പനിയാണ്. റിലീസിനോട് അടുക്കുമ്പോൾ വലിയ വൻപൻ പ്രൊമോഷനിലേക്ക് പോകാതെ ഒരു കൊച്ചു ലോ ബഡ്ജറ്റ് ചിത്രത്തിന്റെ റിലീസിന് വേണ്ടിയുള്ള പ്രൊമോഷൻ രീതി തന്നെയാണ് മമ്മൂട്ടി കമ്പനി നിലവിൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ മമ്മൂക്കയുടെ അടുത്തൊരു സിനിമയുടെ അപ്ഡേറ്റ് കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. 38 വർഷങ്ങൾക്ക് ശേഷം IV ശശി സംവിധാനം ചെയ്ത മമ്മൂക്കയുടെ എക്കാലത്തെയും മികച്ച പോലീസ് വേഷങ്ങളിലൊന്നായ ആവനാഴി എന്ന സിനിമ നാളെ റിലീസ് ചെയ്യുകയാണ്. ചിത്രത്തിന്റെ കേരള തിയേറ്റർ ലിസ്റ്റൊക്കെ ഇത്തിരി മുമ്പ് പുറത്തു വന്നിരുന്നു. മമ്മൂക്കയുടെ വെല്ലേട്ടൻ എന്ന സിനിമയ്ക്ക് ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.